അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സോഷ്യൽ മീഡിയ തുറന്നാൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചാനലുകാരൊക്കെ ഓരോരുത്തരോടും ഇങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴൊക്കെ അത് വീണ്ടും വീണ്ടും വാർത്തയാക്കി അവർ റീച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് സോഷ്യൽ മീഡിയ ചർച്ചയും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലരത് കാണുമ്പോഴേക്കും അതിനടിയിൽ വന്ന് കമൻറ്റിലൂടെ തെറി പറയുന്നുണ്ട്, കുറേ ആളുകൾ അനുകൂലിച്ച് പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് റമദാൻ മാസമാണെന്ന് പോലും ചിന്തിക്കാതെ തെറി പറഞ്ഞുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വേട്ടയാടുന്നവർ, മറ്റൊരു ഭാഗത്ത് ഉസ്താദിൻ്റെ ദീർഘവീക്ഷണവും മഹത്വവും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അനുകൂലിക്കുന്ന ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങളും നിഷ്പക്ഷമതികളായ ആളുകളും. ഇതിൽ റമദാനിൻ്റെ പവിത്രത നഷ്ടപ്പെടുത്തുന്നവർ ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഇവിടെ ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ കണ്ട് മറക്ക് പിന്നിൽ നിന്ന് ഓരിച്ചിരിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. സത്യത്തിൽ അവരാണ് ഈ വിവാദം ഉണ്ടാക്കിയത് തന്നെ. ഈ ഒരു വാർത്ത ഇത്രത്തോളം വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല. കാന്തപുരം ഉസ്താദ് മാത്രമല്ലല്ലോ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഈ ഒരു പരാമർശത്തിൻ്റെ പേരിൽ കാന്തപുരം ഉസ്താദിനെ ശക്തമായിട്ട് എതിർക്കുകയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന മുജാഹിദ് പണ്ഡിതന്മാർ പോലും ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെ അവരുടെ മതപരമായിട്ടുള്ള ഒരു മതപ്രഭാഷണ വേദിയിൽ വെച്ച് തന്നെ അവർ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും മുസ്ലിങ്ങൾക്ക് ആരാധന നിർവഹിക്കാനും മതപ്രബോധനം നടത്താനും ഇന്ത്യയാണ് ഏറ്റവും സുരക്ഷിതമെന്നൊക്കെ അവർ പ്രഭാഷണ വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കാന്തപുരം ഉസ്താദ് മാത്രം പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇവരുടെയൊക്കെ വിമർശനങ്ങൾ കേട്ടാത്തൊന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വേറെ ആരും നടത്തിയിട്ടില്ല എന്ന് ഈ മുജാഹിദ് പ്രഭാഷകർ തന്നെ നടത്തിയിട്ടുണ്ട്. വിശ്വാസമില്ലേ? എന്നതാ കണ്ടോളൂ. ഈ രാജ്യം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണ്, എത്ര മഹത്തരമാണ്. ഈ രാജ്യം എല്ലാ അർത്ഥത്തിലും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട്. മറ്റേതൊരു രാജ്യത്തും ലഭിക്കാത്ത സ്വാതന്ത്ര്യം, പ്രബോധന സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു. നമ്മളുടെ പള്ളികളിൽ നിന്ന് ബാങ്കുലികൾ മുഴങ്ങുന്നു. നമുക്ക് 5 നേരം ജമാഅത്തായി നമസ്കരിക്കുവാൻ കഴിയുന്നു. ഈദ്ഗാഹുകളും പൊതുപ്രഭാഷണവും സംഘടിപ്പിക്കാൻ കഴിയുന്നു. മതത്തിന്റെ പേരിൽ ഒത്തുകൂടാനും പ്രചാരണം നടത്താനും കഴിയുന്നു. ഇങ്ങനെയെല്ലാം സൗകര്യമുണ്ടായിട്ടും ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭീരുക്കളായി യമനിലെ ഏതെങ്കിലും മടകളിൽ പോയിക്കൊണ്ട് ആടുമേക്കണമെന്ന് പറയുന്നവനേക്കാൾ വിവരം കെട്ടവനായി. അപ്പോൾ അവർക്കും അത്തരത്തിലുള്ളൊരു ചിന്ത ഉണ്ട് എന്ന് ഇതിന് ബോധ്യപ്പെട്ടല്ലോ. മാത്രമല്ല ഉസ്താദിനെ പോലെയുള്ള ഒരു ലോക പണ്ഡിതന് മാധ്യമങ്ങളുടെ മുമ്പിൽ അങ്ങനെയല്ലാതെ പറയാൻ പറ്റൂല എന്നുള്ള ബോധ്യവും അവർക്കുണ്ട്. അവർക്ക് എന്നല്ല, ബുദ്ധിയുള്ള ആർക്കും അറിയാം കാന്തപുരം ഉസ്താദിന് ആ രീതിയിലേ പറയാൻ പറ്റൂ. KT ജലീൽ MLA പറഞ്ഞത് കേട്ടില്ലേ? ഉസ്താദിന് അങ്ങനെയല്ലാതെ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പ്രധാനമന്ത്രി കൊള്ളരുതാത്തവനാണെന്നും കഴിവുകെട്ടവനാണെന്നും പറയാൻ പറ്റൂല എന്ന് KT ജലീൽ പറഞ്ഞിട്ടില്ലേ? അതന്നെയാണ് അതിൻ്റെ വസ്തുത. ഇതൊന്നും ഇവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ എന്നിട്ടും ഇത്തരത്തിലുള്ളൊരു വിവാദമുണ്ടാക്കാനും സോഷ്യൽ മീഡിയയിൽ ആ വിവാദം കത്തിച്ച് നിർത്താനും ഒരു കാരണമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതെന്താണെന്നറിയോ? അത് ഞാൻ അവസാനം പറയാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ മാത്രമാണോ ഇത്തരത്തിലുള്ള ഭീഷണി നേരിടുന്നത്? സുരക്ഷിതമല്ലാത്ത ഒരു അവസ്ഥ ഇപ്പോൾ മാത്രം ഉണ്ടായതാണോ? അല്ല, കാലാകാലം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലം മുമ്പേ തന്നെ മുസ്ലിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. പോർച്ചുഗീസുകാർ വന്ന സമയത്ത് അവരേറ്റവും കൂടുതൽ വേട്ടയാടിയത് ആരാണ്? ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയാണ്. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോഴും മറ്റു മതസ്ഥരേക്കാൾ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത് മുസ്ലിങ്ങൾ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോഴും സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ വലിയ കലാപങ്ങളുണ്ടായി. മുസ്ലിങ്ങളുടെ മയ്യത്തുകൾ കുന്നുകൂടിയിരുന്നു. സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും മുസ്ലിങ്ങൾക്ക് ഒരു നിലക്കും സുരക്ഷ ഉണ്ടായിട്ടില്ല. വലിയ ഭീഷണി തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം 1992 കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നരസിംഹറാവു പ്രധാനമന്ത്രിയായ കാലത്താണല്ലോ ബാബരി മസ്ജിദ് തകർത്തത്. സത്യത്തിൽ മുസ്ലിങ്ങളെ ഹിന്ദുത്വ ഭീകരവാദികളെ കാലിനിടയിലേക്ക് തള്ളിവിടുകയായിരുന്നു അന്ന്, അല്ലേ? ബാബരി മസ്ജിദ് പൊളിക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയായിരുന്നു. അപ്പോൾ അന്ന് മുസ്ലിങ്ങൾ സുരക്ഷിതമായിരുന്നു. അതിനുശേഷം 2002 ഗുജറാത്ത് കലാപമുണ്ടായി. അപ്പോഴും മുസ്ലിങ്ങൾ സുരക്ഷിതമല്ലല്ലോ. ഇവരുടെയൊക്കെ വർത്തമാനം കേട്ടാത്തൊന്നും മുസ്ലിങ്ങൾ സുരക്ഷിതമല്ലാത്ത കാലം ഇപ്പോഴാണ്, ഇതിന് മുമ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അല്ല, കാലാകാലം മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഭീഷണി ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. സംഘ് പരിവാർ BJP ഭരണകാലത്ത് ആ ഒരു ഭീഷണി കുറച്ചുകൂടി കൂടിപ്പോയി. അല്ലാതെ പണ്ട് കാലത്തൊക്കെ മുസ്ലിങ്ങൾക്ക് നല്ല സുരക്ഷ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് സുരക്ഷ ഇല്ലാതായി പോയതെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് കാന്തപുരം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ ഈ രീതിയിലുള്ള വേട്ടയാടലുകൾ അപ്പോൾ ഉണ്ടാവുമോ?
അപ്പോൾ ആർക്കും ഉണ്ടാവില്ല. എന്നാൽ അന്നും മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലായിരുന്നല്ലോ. കോൺഗ്രസിൻ്റെ ഭരണകാലത്തല്ലേ ബാബരി മസ്ജിദ് തകർത്തതും അതിനുശേഷം രാജ്യത്ത് വ്യാപകമായിട്ട് കലാപം ഉണ്ടായതൊക്കെ കോൺഗ്രസ് ഭരണകാലത്തല്ലേ. അപ്പോൾ മുസ്ലിങ്ങൾ ഒരുപാട് കാലമായിട്ട് സുരക്ഷിതരല്ലാതെ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറയുമ്പോൾ തന്നെയും അത് പറയുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ നേരിട്ട് പോയി അവതരിപ്പിച്ചിട്ടാണ് വരുന്നത്. അതിനർത്ഥം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട് എന്ന് തന്നെയല്ലേ. ഇവരൊക്കെ പറയുന്നത് പോലെ രാജാവിൻ്റെ മുമ്പിൽ പോയിട്ട് സത്യം തുറന്നു പറഞ്ഞിട്ടാണ് വരുന്നത്. അല്ലാതെ മോദിയുടെ മുമ്പിൽ പോയിട്ട് ഇവിടെ മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, പൂർണ്ണമായിട്ടും സുരക്ഷിതരാണ്, നിങ്ങളുടെ ഭരണം വളരെ മികച്ച ഭരണമാണ് എന്ന് മോദിയെ പ്രശംസിക്കാനല്ല മോദിയുടെ മുമ്പിലേക്ക് പോയിട്ടുള്ളത്. ഈ നാട്ടിലുള്ള സകല പ്രശ്നങ്ങളും ഒരു നിവേദനമാക്കി മോദിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മുസ്ലിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണമെന്ന് പറയാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ രാജാവിന് മുമ്പിൽ പോയിട്ട് സത്യം പറഞ്ഞ ഒരു പണ്ഡിതൻ തന്നെയാണ് ആര്? കാന്തപുരം ഉസ്താദ്. അങ്ങനെ മോദിയുടെ മുമ്പിൽ പോയിട്ട് ഈ രാജ്യത്തൊരു പ്രശ്നവുമില്ല, നിങ്ങളുടെ ഭരണം വളരെ മികച്ച ഭരണമാണ്, വളരെ ഉഷാറാണ്, അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ED പേടിച്ചിട്ടാണെന്നും അല്ലെങ്കിൽ ഷൂ നക്കാൻ പോയതാണെന്നും മോദിയുടെ കാൽക്ക് വീഴാൻ വേണ്ടി പോയതാണെന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ ഇതങ്ങനെ പറയാൻ ഒരു വകുപ്പില്ല. മോദിയുടെ മുമ്പിൽ പോയിട്ട് നിവേദനമാക്കി കൊടുത്തിട്ട് ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് നിങ്ങൾ പരിഹരിക്കണം, ഒരുപാട് മുസ്ലിങ്ങൾ പ്രശ്നം നേരിടുന്നുണ്ട്, അതൊക്കെ പരിഹരിക്കണമെന്ന് രാജാവിന് മുമ്പിൽ പോയിട്ട് സത്യം പറയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതിനർത്ഥം എന്താ? ഇത്രയും പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ സമ്മതിച്ചു എന്നല്ല അതിനർത്ഥം. അല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയാനാണ് പോയിട്ടുള്ളതെങ്കിൽ പിന്നെ ഇല്ലാത്ത പ്രശ്നം ഞാനെന്തിന് പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി ചോദിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ, ഈ നിവേദനത്തിൽ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിച്ചോളാം എന്ന് പ്രധാനമന്ത്രി മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്താ? നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഈ രാജ്യത്തുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കല്ലേ. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇവരെല്ലാവരും കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചാനലിനോട് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ ചോദ്യം. അത് ബുദ്ധിയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ KT ജലീൽ അങ്ങനെ പറഞ്ഞത്. VT സതീശനും പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ അടുത്തു നിന്ന് ഇറങ്ങി വന്ന് ചാനലിനോട് ഈ രീതിയിൽ അതിൻ്റെ നേരെ വിപരീതമായിട്ട് പറയാൻ പറ്റുമോ? ലോകം ഉറ്റുനോക്കുന്ന ഒരു പണ്ഡിതനല്ലേ. ലോകമാധ്യമങ്ങൾ ചർച്ചയാക്കാൻ സാധ്യതയുള്ള ഒരു പണ്ഡിതൻ്റെ പ്രസ്താവന ആ രീതിയിലേക്ക് പോയാൽ എത്ര ഭവിഷ്യത്തായിരിക്കും അത്. അപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് മാധ്യമങ്ങളോട് പറയാൻ പറ്റുള്ളൂ. കുറച്ചു കാലം മുമ്പ് ബാബരി മസ്ജിദിൻ്റെ വിധി വന്നിരുന്നല്ലോ. അന്ന് ആ വിധി കേട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന മുസ്ലിം ലീഗ് നേതാക്കൾ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ എന്താ പറഞ്ഞത്? നല്ല മികച്ചൊരു വിധിയായിരുന്നു, ബാബരി മസ്ജിദ് പൊളിച്ചത് തെറ്റാണെന്ന് സുപ്രീം കോടതി സമ്മതിച്ചു, നല്ലൊരു വിധിയാണ് എന്നൊക്കെ പ്രശംസിച്ചുകൊണ്ടാണ് മാധ്യമങ്ങളോട് അന്ന് സംസാരിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത് അന്ന് പത്രക്കാരോട് പറഞ്ഞത്. പിന്നീട് അത് തിരുത്തിയിട്ടുണ്ട്, നാട്ടിലെത്തിയതിന് ശേഷം അത് തിരുത്തിയിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് നാട്ടിൽ നിന്ന് പറഞ്ഞ രീതി ആയിരുന്നില്ല, ആ കോടതി വിധിക്ക് അനുകൂലമായിട്ടായിരുന്നു അവർ പറഞ്ഞത്. അത് കണ്ടു നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ വെച്ച് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, പത്രക്കാരോട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബുദ്ധിയുള്ള ആർക്കും അത് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെയാണ് കാന്തപുരം ഉസ്താദ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് മാധ്യമങ്ങളോട് ആ രീതിയിലൊരു പ്രസ്താവന കുഞ്ഞാലിക്കുട്ടികൾ നടത്തിയത്? അവർ നാട്ടിൽ വന്ന് തിരുത്തിയല്ലോ. അന്ന് അങ്ങനെ പറഞ്ഞിരുന്നില്ല എങ്കിൽ ആ ഒരു ചൂടോടെ ചിലപ്പോൾ പല ആളുകളും തെരുവിലിറങ്ങും, കോടതിക്കെതിരെ തെരുവിലിറങ്ങും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആളുകളെ പ്രകോപിതരാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഒരു പ്രസ്താവന കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ നടത്തിയത്. അപ്പോൾ പത്രക്കാരോട് പറയുമ്പോൾ അത് ആ രീതിയിൽ നടത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ നാട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഫലസ്തീനിലെ ഏതെങ്കിലും ഒരു മനുഷ്യരോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക? അൽഹംദുലില്ലാ എന്നേ പറയുള്ളൂ. മുസ്ലിം ആണെങ്കിൽ അൽഹംദുലില്ലാ എന്നേ പറയുള്ളൂ. എന്നാലോ അവരനുഭവിക്കാത്ത പ്രശ്നങ്ങളുണ്ടോ? മര്യാദയ്ക്ക് പാർപ്പിടമില്ല, ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, സ്വൈര്യമായിട്ട് ജീവിക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ടും അവർ പറയുന്നത് അൽഹംദുലില്ലാ എന്നാണ്. അങ്ങനെയാണ് ഒരു മുസ്ലിമിന് പറയാൻ പറ്റുക. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്തു പറയാന്നുള്ളതല്ല ഒരു മുസ്ലിമിൻ്റെ കടമ. എത്ര വലിയ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും നേരിട്ടാലും അൽഹംദുലില്ലാ സുഖമാണ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഒരു മുസ്ലിമിന്. അതല്ലേ ഒരു പണ്ഡിതന് മാതൃക കാണിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ച ഒരു രോഗിയുടെ അടുത്ത് പോവുകയാണ്, മരണം കാത്ത് കിടക്കുന്ന ഒരു രോഗിയുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവനോട് എന്താ പറയുക? ഒരു ടെൻഷനും വേണ്ട, നിങ്ങളുടെ രോഗം പെട്ടെന്ന് സുഖപ്പെടും, പെട്ടെന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യാം. അല്ലാതെ അയാൾക്കുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞ്, അയാളെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ മുഴുവൻ പറഞ്ഞ് അയാളെ പേടിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെയല്ല, അവിടെ സത്യാവസ്ഥ മറച്ചു വെച്ചുകൊണ്ട് അയാളെ ആശ്വസിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ്
ഇന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഒലിപ്പിച്ച് പറഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പേടിപ്പിക്കാനാണോ ഉസ്താദ് ശ്രമിക്കേണ്ടത്? ഈ നമ്മളെ അയൽവക്കത്ത് ഒരു വീട്ടിൽ വലിയ പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെ ഗ്രൂപ്പിലൂടെ തന്നെ ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ വീട്ടിൽ പ്രശ്നം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ നമ്മുടെ സുഹൃത്ത് എന്താ പറയുക, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഗ്രൂപ്പിലൂടെ പബ്ലിക്കായിട്ട് പറയുമോ? ഒരിക്കലും പറയൂല. എൻ്റെ വീട്ടിലൊരു പ്രശ്നമില്ല എന്നേ പറയുള്ളൂ. അതൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ മാധ്യമങ്ങളോട് അത് പൊലിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാവുമെന്നും ഇന്ത്യ രാജ്യത്തിന് തന്നെ അതൊരു വലിയ മാനക്കേടാവുമെന്നും ഗവൺമെൻറ്റിനെ വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ തിരിച്ചറിയാൻ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് പെട്ടെന്ന് മാധ്യമങ്ങളോട് ആ രീതിയിൽ പ്രതികരിച്ചത്. ഇതൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. ഇനി അതൊക്കെ പോട്ടെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് EK വിഭാഗം ഒരു പണ്ഡിതൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളൊക്കെ വീട്ടിലൊരു ഭാര്യ ഉണ്ടായാലും അന്യ സ്ത്രീകളെ തേടിപ്പോകുന്നവരാണെന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ നമ്മളെല്ലാവരും അതിനെ കടുത്ത രീതിയിൽ വിമർശിച്ചു, എതിർത്തു. അങ്ങനെ പറയാൻ പാടില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് നമ്മളെല്ലാവരും പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഒരു പാർട്ടിയിൽ കുറച്ച് ജനപ്രതിനിധികൾ വ്യഭിചാരം നടത്തുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിലെ എല്ലാവരും ആ രീതിയിലാണെന്ന് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടുണ്ടോ? ആ പാർട്ടിയിലെ എല്ലാ മന്ത്രിമാരും MLA മാരും ഇതേപോലെ വ്യഭിചാരം നടത്തുന്നവരാണെന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. കുറച്ച് പേരുടെ കാര്യങ്ങളല്ല നമ്മൾ പൊലിപ്പിച്ച് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ കാണിച്ച് ഇന്ത്യ മൊത്തത്തിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതമായിട്ടല്ല താമസിക്കുന്നത്. അതല്ലേ നമ്മൾ പറയേണ്ടത്. പ്രത്യേകിച്ചൊരു നാഷണൽ മീഡിയയോട് വിദേശ രാജ്യങ്ങൾ പോലും ചർച്ചയാക്കാൻ സാധ്യതയുള്ള ഒരു പണ്ഡിതൻ അത്തരത്തിലല്ലേ പറയേണ്ടത്? ഞാൻ പറയുന്ന വാക്കുകൊണ്ട് സമൂഹത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാവുക എന്ന് ചിന്തിച്ചിട്ടാണ് ഒരു പണ്ഡിതൻ, ഒരു മുസ്ലിം പണ്ഡിതൻ അയാൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയുള്ളൂ. അല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലും പറയില്ല. വളരെ ചിന്തിച്ചിട്ടേ കാര്യങ്ങൾ പറയുള്ളൂ. അതാണ് ഇവിടെ കാന്തപുരം ഉസ്താദ് ചെയ്തത്. എന്നാലോ ഈ രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പറയേണ്ടടുത്ത് പറയുകയും ചെയ്യും. അതൊക്കെ എല്ലാ മാധ്യമങ്ങളോടും ഇങ്ങനെ വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എവിടെയാണ് പറയേണ്ടത് അവിടെ പോയിട്ടല്ല കാര്യങ്ങൾ അവതരിപ്പിക്കുക. അത് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. മാധ്യമങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞതുകൊണ്ട് എന്ത് നേട്ടമുള്ളത്? ചിലപ്പോൾ രാജ്യത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവുന്നല്ലാതെ വേറെ എന്ത് നേട്ടമുള്ളത്? അപ്പോൾ ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ നിവേദനമാക്കി പ്രധാനമന്ത്രിക്ക് ആ നിവേദനം സമർപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ആ പ്രധാനമന്ത്രിയെ കഴിവുകെട്ടവനായിട്ടോ വർഗീയവാദിയായിട്ടോ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയാൽ, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അഭിമാനം തകർക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയാൽ, പിന്നെ താൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത നിവേദനം കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് ചിന്തിക്കാൻ പോലും ആ പണ്ഡിതന് കഴിവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എന്താ സംഭവിക്കുക? ആ നിവേദനത്തിൻ്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലായിരിക്കൂലേ? അതൊന്നും ചിന്തിക്കാൻ AP ഉസ്താദിന് കഴിയൂലേ? എന്താ നിങ്ങളീ പറയണേ? അതും മാധ്യമധർമ്മം തീരെയില്ലാത്ത ഇന്നത്തെ മാധ്യമങ്ങളോട്. ഒരു വാക്ക് പറഞ്ഞാൽ വളച്ചൊടിക്കാതെ അവതരിപ്പിക്കാൻ കഴിയാത്ത ഇന്നത്തെ മാധ്യമങ്ങളോടാണ് അത്തരത്തിൽ പറയേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെയൊക്കെ ആഗ്രഹം പോലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തുകളായിരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുക? അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സുരക്ഷിതമായി ജീവിക്കുന്ന ബാക്കിയുള്ള മുസ്ലിങ്ങളെ കൂടി പേടിപ്പിക്കാനാണോ ഉസ്താദ് അങ്ങനെ പറയേണ്ടത്? ഇവരൊക്കെ പറയുന്നത് പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞതെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അത് ചിലത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. സാധ്യതയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഒന്നാമത്തെ കാര്യം, ആ പ്രസ്താവന ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുക. വിദേശ മാധ്യമങ്ങളടക്കം അത് ചർച്ചയാക്കും. വിദേശത്തുള്ള ആളുകൾ ചിന്തിക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അത് ഇന്ത്യയുടെ ഗവൺമെൻറ്റിന് അപമാനമാകും, ആ പാർട്ടിക്ക് അപമാനമാകും. അങ്ങനെ ആ പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും പ്രകോപിതരായി പഴയതിനേക്കാളും കൂടുതൽ മുസ്ലിങ്ങളെ മെക്കിട്ട് കയറാൻ സാധ്യതയുണ്ട്. മുസ്ലിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സുരക്ഷ കൂടി ഇല്ലാതായി പോകാൻ അത് സാധ്യതയുണ്ട്. രാജ്യവ്യാപകമായിട്ട് മുസ്ലിങ്ങൾ വലിയ അക്രമത്തിന് ഇരയാവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, നിലവിൽ വളരെ സുരക്ഷയോടെ സമാധാനത്തോടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾ പോലും സമാധാനം നഷ്ടപ്പെട്ട് പേടിയോടെ ജീവിക്കേണ്ട ഒരവസ്ഥ വരും. മൂന്നാമത്തെ കാര്യം, വിദേശ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഒന്നുകിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനെ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലെ തീവ്രവാദ സംഘടനകൾ അവർ പറയും നിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം, ഞങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ തന്നാൽ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് വരും. മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ മുന്നോട്ട് വരും. അല്ലെങ്കിൽ അവർ പറയാതെ തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി മുസ്ലിങ്ങൾക്ക് സുരക്ഷയില്ലാത്ത ഇന്ത്യയുടെ ഭരണകൂടത്തോട് അവർ ഏറ്റുമുട്ടും.
നാലാമത്തെ കാര്യം, ഇന്ത്യയിലെ തന്നെ മുസ്ലിം ചെറുപ്പക്കാർ ചിന്തിക്കും, മുസ്ലിങ്ങൾക്ക് സുരക്ഷിതമല്ലാത്ത ഈ രാജ്യത്ത് എന്ത് പ്രതീക്ഷയിലാണ് നിയമത്തിന് വിധേയപ്പെട്ട് നമ്മൾ ഇവിടെ താമസിക്കുക? അതുകൊണ്ട് നിയമം കയ്യിലെടുത്ത് ഭരണകൂടത്തിനെതിരെ പോരാടാൻ അവർ രംഗത്തിറങ്ങും. ഒരു പക്ഷേ അവർ സംഘം ചേർന്ന് തീവ്രവാദ സംഘടനകൾ വരെ രൂപീകരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ത്യ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വലിയ മതപണ്ഡിതൻ അത്തരത്തിൽ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അത്തരത്തിൽ ചിന്തിക്കാണ്ടാവും. എല്ലാവർക്കും കൃത്യമായ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. ഉത്തരേന്ത്യൻ ജനതയ്ക്കൊക്കെ നമുക്കറിയാം കൃത്യമായ മതവിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. സമസ്ത പോലത്തെ സംഘടനകൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ പ്രദേശങ്ങളിലെ ചെറുപ്പക്കാർ ഈ രീതിയിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാര്യം, നിലവിലെ മുസ്ലിം സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളുമൊക്കെ തകർക്കപ്പെടാനും അടച്ചുപൂട്ടാനും കാരണമാവും. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതൊരിക്കലും ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ വരും. ഈ സുരക്ഷിതമായ കേരളത്തിൽ നിന്ന് ഇവർക്ക് അതൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടുതൽ അനുഭവിക്കുക ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളായിരിക്കും. അവർക്ക് അവരുടെ നാട് സുരക്ഷിതമാണ്, വീട്ടിൽ സുരക്ഷിതമാണ്, നല്ല ജോലിയുണ്ട്, പിന്നെ നല്ല സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അവസ്ഥ അതല്ലല്ലോ. ആറാമത്തെ ഒരു കാര്യം, വലിയ കൊട്ടിഘോഷത്തോടെ വലിയ ആരവത്തോടെ ഒരു കേരളയാത്ര നടത്തി. ആ കേരളയാത്രയിലൂടെ സമാഹരിച്ച നമ്മുടെ കേരളത്തിലെ അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അത് നിവേദനമാക്കി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചതുകൊണ്ട് ആ നിവേദനത്തിന് പിന്നെ ഒരു വിലയില്ലാതായിട്ട് മാറും. വളരെ റിസ്ക് എടുത്ത് പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത ആ സമയം വെറുതെയായിപ്പോവും. അപ്പോൾ നിങ്ങളൊക്കെ എന്താ പറയുക? വലിയ കൊട്ടിഘോഷത്തോടെ വലിയ സാമ്പത്തിക ചെലവിൽ ഒരു കേരളയാത്ര നടത്തി ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത് നിവേദനമാക്കി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിട്ട് അതെല്ലാം വെള്ളത്തിൽ കലക്കിയ പോലെ ആക്കിയില്ലേ, അത്തരത്തിലുള്ളൊരു വിഡ്ഢിയായിപ്പോയില്ലേ എന്ന് പറയും അല്ലേ? അങ്ങനെ ആയിരിക്കും അപ്പോൾ പറയാം. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇവിടെ പറയാനിപ്പോൾ നമുക്ക് സമയമില്ല. നിങ്ങൾ പറയുന്നത് പോലെ ഉസ്താദ് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ സുന്നി ഐക്യ ചർച്ചകൾ നടന്നിരിക്കണമല്ലോ. ആ ഐക്യ ചർച്ച ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. ഇപ്പോൾ ഇരു സമസ്തകളുടെ സമ്മേളനത്തിലും പ്രധാനപ്പെട്ട പ്രമേയമായി അവതരിപ്പിച്ചത് സുന്നി ഐക്യമായിരുന്നു. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ബന്ധം വിച്ഛേദിക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ സുന്നി ഐക്യം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് മുജാഹിദിനും ജമാഅത്തിനുമായിരിക്കും. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ഈ മുജാഹിദ് ജമാഅത്തിനെ പുറന്തള്ളേണ്ടി വരും, വലിച്ചെറിയേണ്ടി വരും. അത്തരത്തിലുള്ള വലിയ ഒരു ശക്തിയായി സുന്നികൾ മാറിക്കഴിഞ്ഞാൽ അതൊക്കെ അവരെ പേടിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സുന്നി ഐക്യത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പാടോടെ നോക്കുന്നത് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും വഹാബികളുമാണ്. അവർ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. ഇപ്പോൾ അവർക്ക് ഈ സമൂഹത്തിൽ ലഭിക്കുന്ന പരിഗണനയൊന്നും സുന്നി ഐക്യം നടന്നാൽ കിട്ടൂല, അത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഈ സുന്നികളെ അവർ കാലങ്ങൾക്ക് മുമ്പ് ഭിന്നിപ്പിച്ചത്. സുന്നികളെ മാത്രമല്ല, 1921 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഈ വഹാബികൾക്ക് സമൂഹത്തിലൊരു പരിഗണനയും കിട്ടാത്തതുകൊണ്ടാണ്. ഭിന്നിപ്പിച്ചതിന് ശേഷമാണ് അവർക്കൊരു കുറച്ചെങ്കിലും ഒരു പരിഗണന കിട്ടിയത്. ആ ഇപ്പോൾ ലഭിക്കുന്ന പരിഗണന പോലും ഇല്ലാതായിപ്പോവും സുന്നികൾ ഒരുമിച്ച് കഴിഞ്ഞാൽ. അതവർക്ക് നന്നായിട്ടറിയാം. അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാവുമെന്ന് കരുതിയിട്ട് ഈ ഒരു ഐക്യത്തെ തകർക്കാൻ ഒരു അവസരം തക്കം പാർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വീണ് കിട്ടിയ അവസരമാണല്ലോ ഈ പ്രധാനമന്ത്രിയെ കണ്ടതും ഒരു ദേശീയ ചാനലിനോട് ഉസ്താദ് നടത്തിയ പരാമർശവും. അപ്പോൾ ആ പരാമർശത്തെ വളച്ചൊടിച്ചു സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുകയും സോഷ്യൽ മീഡിയയിൽ മാക്സിമം ചർച്ചയാക്കുകയും ചെയ്തു. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ കാന്തപുരം ഉസ്താദിനെതിരെ തിരിയും, EK വിഭാഗം നേതാക്കൾ കാന്തപുരം ഉസ്താദിനെതിരെ തിരിയും. അവർ പല പ്രസ്താവനകളും നടത്തും. അപ്പോൾ AP വിഭാഗം സുന്നികൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. അങ്ങനെ നിലവിലെ ഐക്യ ചർച്ചകൾക്കൊക്കെ അതോടെ പരിസമാപ്തി കുറിക്കും. അതൊക്കെ ആയിരിക്കും ഈ മൗദൂദികളും വഹാബികളും ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ അവർ വിചാരിച്ചതൊന്നും സംഭവിച്ചില്ല. മുസ്ലിം ലീഗ് നേതാക്കൾ ആരും ഉസ്താദിനെതിരെ ശബ്ദിച്ചില്ല. EK വിഭാഗം നേതാക്കളും ഉസ്താദിനെതിരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ സുന്നി ഐക്യ ചർച്ചകൾക്ക് യാതൊരു വിഘാതവും ഉണ്ടായിട്ടില്ല. വഹാബികളും മൗദൂദികളും എളിഭ്യരായിട്ട് നോക്കി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ. ഇവിടെ ഉസ്താദിനെ അനുകൂലിക്കുന്ന ആളുകൾ മാത്രമല്ല, നിഷ്പക്ഷമതികളായ ആളുകൾ പോലും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് എന്താണ്? കാന്തപുരം ഉസ്താദ് ചെയ്തതാണ് ശരിയെന്നാണ്. കാന്തപുരം വിരോധികളല്ലാത്ത സകലരും കാന്തപുരം ഉസ്താദ് ചെയ്തതാണ് ശരി എന്നാണ് പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇവരെത്ര കുറച്ചിട്ടും കാര്യമില്ല, അത് കാന്തപുരം വിരോധം കൊണ്ടാണ്, അത് സുന്നി പണ്ഡിതന്മാരെ തകർക്കാൻ വേണ്ടിയാണെന്ന കാര്യം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് ആളുകൾ കൂടി മനസ്സിലാക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ തന്നെ അവരും കാര്യം മനസ്സിലാക്കും.
ചുരുക്കം ചില നേതാക്കൾ മാത്രമാണ് അത് ഉസ്താദിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. ബാക്കി എല്ലാവരും ഉസ്താദിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അതോടുകൂടി വഹാബി മൗദൂദി മുക്കൂട്ട് മുന്നണി വിചാരിച്ച സംഭവമൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ അവർ അടുത്ത പണിയെടുക്കും. സുന്നി ഐക്യത്തിന് വിഘാതം നിൽക്കുന്ന അടുത്ത പണി എന്താണോ അതവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉസ്താദ് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കുറച്ച് കാലം കൂടി കാത്തിരിക്കൂ, നിങ്ങൾക്ക് ബോധ്യപ്പെടും അന്ന് ഉസ്താദ് പറഞ്ഞതായിരുന്നു ശരിയെന്ന്. എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. ഉസ്താദിൻ്റെ പ്രസ്താവനകൾ കാലം ശരി വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്. നല്ല ഡോക്ടറെ അടുത്ത് പോയിട്ട് നല്ല ചികിത്സ ലഭിച്ചാൽ നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ കഴിയും, ഉസ്താദിൻ്റെ പ്രസ്താവനയെ മനസ്സിലാക്കാനും കഴിയും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.